നമസ്കാരം. ഇറാൻ തങ്ങളുടെ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ പുറത്തിറക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1200 കിലോമീറ്റർ ദൂര പരിധിയിലുള്ള ഖര ഇന്ധന മിസൈലായ ഖാസിം ബാസിറാണ് ഔദ്യോഗികമായി പുറത്തിറക്കിയത്. മെയ് 4-ന് അനാച്ഛാദനം ചെയ്ത ഖാസിം ബാസിർ മാർട്ടിൻ ഹച്ച് ഖാസിം ബാലിസ്റ്റിക് മിസൈലിന്റെ നവീകരിച്ച പതിപ്പായാണ് വികസിപ്പിച്ചെടുത്തത്. സൈനിക ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ മിസൈലിന്റെ വാർഹെഡ് രൂപകൽപ്പനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും സഹായിക്കുന്നുണ്ട്. ഖാസിം ബാസിറിൽ ഒരു തെർമൽ ഇമേജിംഗ് ഗൈഡൻസ് സിസ്റ്റം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് അതിന്റെ കൃത്യത വർദ്ധിപ്പിക്കുകയും ഇലക്ട്രോണിക് യുദ്ധത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. 1200 കിലോമീറ്ററിലധികം അകലെ നിന്ന് പുതിയ മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചതായും GPS നാവിഗേഷനെ ആശ്രയിക്കാതെയും വ്യതിയാനമില്ലാതെയും നിശ്ചിത ലക്ഷ്യത്തിൽ കൃത്യമായി പതിപ്പിച്ചതായും പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർ സാദെ പറഞ്ഞു. മിസൈലിന്റെ മാർഗനിർദ്ദേശത്തെയും കൃത്യതയും മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും പാളികളുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇത് പ്രാപ്തമാക്കുമെന്നും നസീർ സാദെ ഊന്നി പറയുന്നുണ്ട്. അതേസമയം വമ്പൻ പ്രതിരോധ കവചങ്ങളെ തകർത്ത് ബെൻഗുറിയൻ വിമാനത്താവളത്തിന് നേരെ ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല ഇസ്രയേലിന്. ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ കഴിഞ്ഞ ദിവസം അയച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലെ ബെൻഗുറിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ചെന്ന് പതിച്ചത്. ഇറാന് തിരിച്ചടി നൽകാൻ അമേരിക്കയെ കൂടെ കൂട്ടാനാണ് ഇസ്രയേലിന്റെ ശ്രമം. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് മറുഭാഗത്ത് ഇറാനെതിരെ US-നെ കൂടെ കൂട്ടാനുള്ള ഇസ്രയേലിന്റെ ശ്രമം. എന്നാൽ ഗസയ്ക്ക് മേലുള്ള ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് മേൽ വ്യോമ ഉപരോധം പ്രഖ്യാപിച്ചതായി ഹൂത്തികൾ അറിയിച്ചിട്ടുണ്ട്. സയനിസ്റ്റ് രാഷ്ട്രം ആക്രമിച്ചാൽ മാരകമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും താക്കീത് ചെയ്യുന്നുണ്ട്. ഇസ്രയേലിന്റെ താഡ് മിസൈൽ പ്രതിരോധ കവചത്തെ പരാജയപ്പെടുത്തിയാണ് ഹൂത്തി മിസൈൽ ലക്ഷ്യം കണ്ടത്. ഹൂത്തി മിസൈലിനെ തകർക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ വ്യോമസേനയുടെ ദീർഘദൂര ആരോ മിസൈലും US-ന്റെ മികച്ചതെന്ന് കരുതുന്ന താഡ് മിസൈലുകളും ഹൂത്തി മിസൈലിനെ തകർക്കുന്നതിൽ പരാജയപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഏരിയൽ പ്രതിരോധ സംവിധാനത്തിന്റെ പരാജയം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇറാൻ പുതിയ ബാലിസ്റ്റിക് മിസൈൽ പുറത്തിറക്കിയെന്ന വാർത്ത വരുന്നത്. ഇസ്രയേലിനെ ഉപദ്രവിക്കുന്നവരെ തങ്ങൾ 7 ഇരട്ടിയായി തിരിച്ചടിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായി താക്കീത് നൽകിയിരിക്കുന്നത്. ഇസ്രയേലി വിമാനത്താവളത്തിൽ യമനിലെ ഹൂത്തികൾ നടത്തിയ കൃത്യമായ ആക്രമണത്തെ ഫലസ്തീൻ ഗ്രൂപ്പായ ഹമാസും പ്രശംസിച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവ് മേഖലകളിൽ ഒന്നിന് സമീപം ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധം ലംഘിച്ച ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈൽ പരാജയപ്പെട്ടതിന്റെ പിന്നിൽ കാരണങ്ങൾ ഇസ്രയേലി വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്.